ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ നമ്മുടെ മലേഷ്യയിലെ ഡേ 2 ആണ് കേട്ടോ ഇന്ന്. ഇപ്പം ഏകദേശം ഒരു 7:45 ആയി. ഇന്ന് നമുക്ക് 8 മണിക്ക് നമ്മുടെ ഗൈഡ് പിക്ക് ചെയ്യാൻ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ട്രിപ്പൊക്കെ അല്ലേ, നമ്മൾ നേരത്തെ അങ്ങ് എണീറ്റു. ഒരു 6 മണിക്ക് ആയപ്പോഴേക്കും നമ്മൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി പോവാനായിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്കിനിയിപ്പോൾ 8 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇനി പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മണിക്ക് ആകുമ്പോഴത്തേനും നമ്മളെ തിരിച്ച് റൂമിൽ തന്നെ കൊണ്ടാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റൂമിൽ വന്നതിന് ശേഷം നമ്മൾ പുറത്തോട്ടൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ ഈ ഔട്ട്ഫിറ്റാണ് ഇന്ന് ഇട്ടിരിക്കുന്നത്. അവിടെ കുറച്ച് റൂൾസ് ഉണ്ട്. നമുക്ക് നമ്മുടെ മുട്ട് കാണിക്കാൻ പാടില്ല, അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡേഴ്സ് കാണിക്കാൻ പാടില്ല. അങ്ങനത്തെ ഡ്രസ്സ് വേണം ഇടാനായിട്ട്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ റൂമിൻ്റെ കീ. നമുക്കിവിടെ ഒരു കീ ഉണ്ട്. ഇത് വെച്ചിട്ട് വേണം നമുക്ക് എല്ലായിടത്തേക്കുമുള്ള ആക്സസ് ആണ്. അതായത് ലിഫ്റ്റിൽ വരെ കയറണമെങ്കിൽ നമുക്ക് ഈ ഒരു കാർഡിൻ്റെ ആക്സസ് വേണം കേട്ടോ. നമ്മളിനിപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തന്നെ പോകുന്നുണ്ടാവുക മിക്കതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും മിക്കതും നമുക്ക് പോകാനുള്ള ഓരോ ഡെസ്റ്റിനേഷനിലോട്ട് കൊണ്ടുപോകാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ബസ്സിലൊക്കെ കയറി. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നേരെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് കഴിച്ചിട്ടുള്ളതെന്നുള്ള വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ബട്ടു കേവിലോട്ടാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങോട്ടല്ല ഇപ്പോൾ ഫസ്റ്റ് പോകുന്നത്, ചിൻസ്യൂ കേവിലോട്ടാട്ടോ പോകുന്നത്. എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ടാണ് കേട്ടോ ആദ്യം പോകാമെന്ന് വിചാരിച്ചത്. കാരണം അത് കുറച്ച് ലോങ്ങാണ്. അപ്പോൾ ലോങ്ങുള്ള സ്ഥലത്തോട്ട് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് ഈ ബാക്കിയുള്ള സ്ഥലങ്ങൾ കവർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയാട്ടോ ഇത്. അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. ഒരു 3/4 മണിക്കൂറോളമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു ഉറങ്ങാനുള്ള സമയം ഉണ്ടായിരുന്നു എന്തായാലും. അങ്ങനെ നമ്മളവിടെ എത്തി. നമുക്കിനി കേബിൾ കാറിൽ വേണം മുകളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കേബിൾ കാറിൽ കയറാനായിട്ടുള്ള ഒരു ക്യൂ ഉണ്ട്. ഇന്നിപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യൂ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടീമിൽ അത്യാവശ്യം ആൾക്കാരുള്ള കാരണം തന്നെ എല്ലാവരും ഒരു ക്യൂ ആയിട്ട് നിന്നിട്ട് അങ്ങനെ പോവാണിതേ കണ്ടോ. ഭയങ്കര ആൾക്കാരായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഏകദേശം അവിടെ എത്തി. അപ്പോൾ നമ്മളുടെ ഗൈഡ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആളാണ് നമുക്ക് അങ്ങോട്ട് കടക്കണമെങ്കിൽ സ്കാൻ ചെയ്യണം. അപ്പോൾ ആളാണ് ഓരോരുത്തരെ സ്കാൻ ചെയ്ത് അങ്ങ് കടത്തി വിടുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഈ കേബിൾ കാറിൽ കയറിയിട്ട് വേണം കേട്ടോ നമ്മൾ പോകാനായിട്ട്. നമ്മൾ കയറിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിൽ ഒരു 8 പേരോളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് എനിക്ക് തോന്നുന്നു മലേഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു അതായത് ബട്ടു കേവ് അല്ലാണ്ട് പിന്നെ നമ്മൾ കാണുന്നൊരു ടെമ്പിളില്ലേ, ഈ ചൈനീസുകാരുടെ ഒരു ടെമ്പിൾ, അങ്ങോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ അതിന് നമ്മളവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മളൊരു എസ്കലേറ്ററിൽ നമ്മൾ ഇറങ്ങി പോകണം അങ്ങോട്ട്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആ സ്ഥലം എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ വേറൊരു ലോകത്ത് നമ്മൾ എത്തിയ പോലത്തെ ഒരു ഫീലിങ്സ് ആയിട്ട് ഉണ്ടാവുക. അത്രയ്ക്കും ഭംഗിയെന്ന് വെച്ചാൽ അത്രയ്ക്കും ഭംഗിയാണ്. ആ ഒരു മൊത്തത്തിലുള്ള ഒരു ലൊക്കേഷൻ കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമ്മളവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു ബുദ്ധൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കാണെങ്കിൽ ഓരോ ലൊക്കേഷനിലോട്ട് പോകുമ്പോഴും ഒരു കൃത്യ ടൈമിംഗ് ഉണ്ട്. അതായത് ഇപ്പം ഇങ്ങോട്ടേക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു മണിക്കൂറാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിലോട്ട് ഒരു മണിക്കൂർ ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഓക്കെ, 1 മണിക്കൂർ ഉണ്ടായിരുന്നു. 1 മണിക്കൂർ പോരാ സത്യം പറഞ്ഞത് കണ്ടു തീർക്കാനായിട്ട്. അത്രയ്ക്കും ഭംഗിയെന്ന് വെച്ചാൽ അത്രയ്ക്കും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമുക്ക് അത്യാവശ്യം കാണാനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കറിയാമല്ലോ, നമ്മളൊരു ഗ്രൂപ്പ് ടൂർ പോലെയാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ളത് കൊണ്ടും നമുക്കൊരു ടൈം ലിമിറ്റും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്നാണ് ഓരോന്ന് കണ്ടു തീർത്തത്. നമുക്കങ്ങനെ കൺകുളിർക്ക് കാണാനുള്ളൊരു സമയമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് മാക്സിമം എത്രത്തോളം ഈ ഒരു ലിമിറ്റഡ് ടൈം കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളപ്പോൾ അങ്ങനെ കണ്ടു തീർക്കുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓഫ് കോഴ്സ് ഫോട്ടോസും കാര്യങ്ങളും എടുക്കണമല്ലോ. അപ്പോൾ അതും അങ്ങനെ നടന്നു.
അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇവിടെ നിന്ന് തന്നെയാണ്, അതായത് ഈ കേബിൾ കാർ വഴി തന്നെയാണ് നെക്സ്റ്റ് ഇനിയിപ്പോൾ പോകേണ്ട ലൊക്കേഷനൊക്കെ വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ വീണ്ടും അങ്ങനെ കേബിൾ കാർ കയറാനായിട്ട് വീണ്ടും ഇതുപോലെ അവിടേക്ക് പോയി. അവിടെ നിന്നും ഇതുപോലെ അവിടെ നമ്മുടെ ഗൈഡ് നിൽക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ക്യൂ നിന്നു, അങ്ങനെ കേബിൾ കാർ വന്നു. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറി നെക്സ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലോട്ട് പോവാൻ കേട്ടോ. അതൊരു മാളാണ്, കുറേ ഷോപ്പിംഗ് നടത്താൻ പറ്റിയിട്ടുള്ള, അതുപോലെ കുറേ ഗെയിംസ് ഉള്ള ഒരു പ്രത്യേക തരം ഒരു മാള്. അതായത് അതിൻ്റെ ഒരു മൂലയ്ക്ക് ചെന്ന് അപ്പുറത്തെ മൂലയ്ക്ക്, അതായത് നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നൊരു മാളാണ് കേട്ടോ, വലിയ മാളാണേ. അപ്പോൾ മെയിനായിട്ട് അവിടെ എനിക്കിഷ്ടപ്പെട്ടത് അവിടെ ഇങ്ങനെ ഗെയിംസിൻ്റെ ഒരു ഏരിയ ഉണ്ട്, ഏറ്റവും അടിയത്തെ ഫ്ലോറിലായിട്ട്, ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട്. അപ്പോൾ അത് ഒരു നല്ല രസമുണ്ടായിരുന്നു ആ ഒരു പരിപാടി കാണാനായിട്ട്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതെന്തായാലും ഞാൻ ഇതിലിടാം കേട്ടോ. ഞാൻ എന്തായാലും അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ശരിക്കും സൂപ്പറായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനും വിജയും ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും അവിടെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളൊരു ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്, അതായത് നമ്മൾക്കിങ്ങനെ ടൈം പറയും. ഇപ്പോൾ ഒരു 8 മണിയാണെങ്കിൽ 8 മണി ടു 9 മണി അങ്ങനെ പറയും. 9 മണിയാകുമ്പോഴേക്കും ഇന്ന ഒരു സ്പോട്ടിൽ തിരിച്ച് വന്നെത്തണം, അങ്ങനെയാണ് പറയുക. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരോ സ്ഥലത്തേക്ക് പോകട്ടെ. അല്ലാതെ എപ്പോഴും 24 hour നമ്മുടെ കൂടെ ഈ പറയുന്ന ഗൈഡും പിന്നെ നമ്മുടെ ഈ ഫുൾ ടീമൊന്നും ഉണ്ടാവില്ല. ഓരോ ലൊക്കേഷനിലോട്ട് പോകാനും വരാനും നമ്മുടെ ഈ ഫുൾ ടീമും ഗൈഡും ഉണ്ടാവും. ആ ലൊക്കേഷനിൽ ഇറക്കിയതിന് ശേഷം എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുക. അങ്ങനെ അവിടുത്തെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിപ്പോന്നു. പിന്നെ നമ്മൾ ഈ ബസ്സിൽ പോകുമ്പോൾ കണ്ടോ, ഇവിടെ ബസ്സിൽ പോകുമ്പോൾ നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇടണേ. നമ്മുടെ നാട്ടിൽ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാറില്ലല്ലോ. അപ്പോൾ ഞാൻ അത് കാണിച്ചിരുന്നത് ജസ്റ്റ്. അപ്പോൾ ഇനി അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മുരുകൻ്റെ അമ്പലത്തിലേക്കാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ബട്ടു കേവ്സ്. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന മാളിൽ നിന്നാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് മൊമെൻ്റാണ് ഞങ്ങൾ പോയി ലഞ്ച് കഴിച്ചത്. അത്രയും നേരം നമ്മൾ ആ ഗെയിംസും കാര്യങ്ങളും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് എന്താ പറയുക, നമ്മൾ കുറച്ച് നേരം അവിടെ അടിയിൽ അങ്ങനെ നിന്നു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. അപ്പോൾ മുകളിലേക്ക് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കയറാനായിട്ട്. എല്ലാവരും കയറിയൊന്നുമില്ല, ഞാനും വിജയും കയറിയിട്ടുണ്ടായിരുന്നു. കയറി തൊഴുതു, പിന്നെ അങ്ങനെ തിരിച്ചു വരികയാണ് ചെയ്തത്. ഇതും ആക്ച്വലി എന്താ പറയുക, നല്ലൊരു സൂപ്പർ പ്ലേസ് ആട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്നവരാണെങ്കിൽ ഒന്ന് പോയി കാണേണ്ട ഒരു അമ്പലം തന്നെയാണിത്. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റെപ്പ് അത്യാവശ്യം കയറാനുണ്ട്. വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും കാലം എന്തായാലും വേദന എടുക്കും, അത്രയ്ക്കധികം സ്റ്റെപ്പ് ഉണ്ട്. തിരിച്ച് ഇതേ സ്റ്റെപ്പ് ഇറങ്ങും വേണമല്ലോ, മസിൽ കയറാൻ ഇനി വേറെ ഒന്നും വേണ്ട. അപ്പോൾ അതൊക്കെ കയറുക, അതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ കയറുക. ഞങ്ങൾ എന്തായാലും കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോഴേക്കും ഇപ്പോൾ ഈ കയറുന്നത് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടാണ് കയറുന്നതെന്ന്. അവിടെ കയറി എത്തി പട്ടി കിതക്കണ പോലെ കിതക്കായിരുന്നു കേട്ടോ. പക്ഷെ കയറി ചെന്ന് കഴിയുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട് കയറിയതിനെ നമുക്ക് എന്താ പറയുക, ഒരു തെറ്റും പറയാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. താഴേക്കുള്ള വ്യൂ ആയാലും മുകളിലുള്ള കേവ്സ് ആയാലും കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് മറ്റേ സിനിമ ഓർമ്മ വരും, സുഭാഷി ആ സിനിമ ഓർമ്മ വരും. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പിന്നെ ഒരു 6 മണിക്ക് ആയപ്പോൾ ഹോട്ടലിലോട്ട് വരിക കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ എന്താ പറയുക, അത്യാവശ്യം ഇന്ന് കറങ്ങിയ കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ റൂമിലിട്ട് വന്ന് കിടക്കാമെന്നൊക്കെ വിചാരിച്ചൊക്കെ ആയിരുന്നു. പക്ഷേ വന്ന് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പോയി, കുറച്ച് പർച്ചേസിങ്ങൊക്കെ നടത്തി. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നോർമലി ഇടുന്ന വീഡിയോസിനെക്കാട്ടും ഒരു പൊടിക്ക് സമയം കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ നമുക്ക് എനിക്ക് തോന്നുന്നു 9 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ ഓക്കെ, ബൈ കേട്ടോ, ബൈ.